ഹൊറർ മൂവി ഫ്രം ദി തെലുങ്കുനാട് സ്റ്റാറിംഗ് നമ്മുടെ സ്വന്തം ബാലയ ഗാരു. റോസ്റ്റിന്റെ അവസാനം ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പടമാണ് ശ്രീമൻ നാരായണ. ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു ഗാരു പടമാണ്. കാരണം ഇതിലിങ്ങർക്ക് ഒരൊറ്റ റോളേ ഉള്ളൂ, പിന്നെ ഓർമ്മയും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ വില്ലന്മാരെ കാണിച്ചുകൊണ്ടാണ്. ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിന് പോയി പരിക്ക് പറ്റിയ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഗവൺമെന്റ് ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത പറമ്പില് ആ വില്ലന്മാര് ഫ്ലാറ്റ് ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്കാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി രണ്ട് ചാനലുകാർ ഇറങ്ങിത്തിരിക്കുകയാണ്. ചാനൽ 6 ആൻഡ് Z24. ഇതിൽ C24ലാണ് ഗാരു പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചാനൽ 6ലാണ് ഗാരുവിന്റെ ഒരു നായിക വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഗാരുവിന്റെ ചാനലിലെ ഒരു പെൺകുട്ടി ആ സ്കാം കവർ ആക്കുമ്പോഴാണ് വില്ലന്മാർ ഇതറിഞ്ഞ് അവളെ കൊല്ലാൻ വേണ്ടി വരുന്നത്. അതോടെ പെൺകുട്ടി അയ്യോ ഇനി എന്ത് ചെയ്യും, നമുക്ക് ഗാരുവിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ കാര്യം ഗാരുവിനെ വിളിച്ച് പറയുകയാണ്. അത് കേട്ടതും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഗാരുവിന്റെ ഓഫീസിൽ നിന്ന് ഒരു ഡിങ്കനെ പോലെ ചാടി അവരാധിക്കുകയാണ്. എന്നിട്ട് ആ വില്ലന്മാരൊക്കെ അവിടുന്ന് അടിച്ചു ഓടിപ്പിക്കും. പെണ്ണ് പിടിക്കരുത് മറ്റുള്ള എനക്ക് ഗണ്ണ് പിടിക്കവും തരും. അയ്യോ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഈ ഗ്യാപ്പിലാണ് ചാനൽ 6ൽ വർക്ക് ചെയ്യുന്ന ഗാരുവിന്റെ ഒന്നാമത്തെ ചിക്ക് വന്ന് ആ പാവം പിടിച്ച പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഗാരുവിന്റെ ചാനൽ കവർ ചെയ്ത ന്യൂസിന്റെ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോകുന്നത്. ശ്രീമൻ നാരായണ ടേക്ക് മൈ ഷോട്ട്. ഈ വിവരം അറിഞ്ഞതും ഗാരു ആ മെമ്മറി കാർഡ് തിരിച്ചു മേടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോകും. അപ്പതാ അവള് ആ മെമ്മറി കാർഡ് എടുത്തൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് നീ ഈ മെമ്മറി കാർഡ് എങ്ങനെ എടുക്കുന്നെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറയും. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഗാരുവിന്റെ മനസ്സ് എങ്ങനെയാവും പ്രവർത്തിക്കുക? ജീവിതം പല സന്ദർഭങ്ങൾ തരുന്നു, അത് ഒരിക്കലും നിരസിക്കരുത്. അതെ ഗൈസ്, ആ കിട്ടിയ ഗ്യാപ്പിൽ ഗാരു അതിനുള്ളിൽ കൈയിടും. ഇനി ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ സാധാരണ പെൺകുട്ടികളൊക്കെ എന്താ ചെയ്യുക? ഗാരുവിന്റെ ചെള്ളക്കിട്ടണം കൊടുക്കും അല്ലേ? എന്നാൽ ഇവൾ ഇങ്ങനെയല്ല. ഗാരുവിന്റെ സ്പർശനത്തോടു കൂടി ഇവൾക്ക് ഗാരുവിനോട് പ്രേമം തോന്നി നേരെ അങ്ങനെ കൂട്ടി ഒരു ഡാൻസ് കളിക്കാൻ പോകും. ഇതെന്താ ബാർബി ഡോളാ നെഞ്ചത്തെ ബട്ടനമർത്തിയ പാട്ട് ഡാൻസ് കളിക്കാൻ? ഇനി നമ്മൾ ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യം പറയാം. ഇതിൽ ഗാരുവിന് ഡബിൾ റോളിൽ നിന്ന് പറഞ്ഞ് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പാട്ടിൽ ഗാരു 4 എണ്ണമായി ആരാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഈ നായികയ്ക്ക് ഗാരുവിനോട് മുടിഞ്ഞ പ്രേമമാണെങ്കിലും ഗാരുവിന് അങ്ങോട്ടൊന്നുമില്ല. കാരണം നാട്ടിൽ ഗാരു വേറൊരു ചിക്കനെ ഇതേപോലെ തൊട്ടു മൂടാക്കി വെച്ചിട്ടുണ്ട്. ആള് ഗാരുവിന്റെ മുറപ്പെണ്ണാണ്. സോ ഗൈസ്, അങ്ങനെ വില്ലന്മാര് പട്ടാളക്കാരെ പറ്റിച്ച ന്യൂസ് നാട് മൊത്തം പറഞ്ഞ് വില്ലന്മാർക്കൊക്കെ ഗാരുവിനോട് വൻ ദേഷ്യമാവും. ഈ തള്ളൊക്കെ തള്ളിയ ശിവാജിമുട്ട നമ്മുടെ ഗാരുവിനൊന്ന് കണ്ടിട്ടും കൂടിയില്ല. മാത്രമല്ല ഇവൻ ഇന്ത്യയിൽ പോലുമല്ല, അങ്ങ് മലേഷ്യയിൽ നിന്നിട്ടാണ് ഈ തള്ളൊക്കെ തള്ളുന്നത്. ഇവനാണ് ഈ സിനിമയിലെ മെയിൻ വില്ലൻ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗാരുവിന്റെ ഡാഡിക്ക് പത്മശ്രീ കിട്ടുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഗാരുവിന്റെ ഡാഡിയും ഗാരുവിന്റെ നാട്ടിലെ വ്യവസായികളെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവും. അങ്ങനെ ഡാഡിക്ക് പത്മശ്രീ കിട്ടിയ വാർത്ത അറിഞ്ഞതും ഗാരു നേരെ നാട്ടിൽ പോയി ഡാഡിയോട് കൺഗ്രാറ്റുലേഷൻസ് പറയുകയാവും. എന്നിട്ട് ഗാരുവും ഡാഡിയും കൂടി കർഷകരെ രക്ഷിക്കാൻ വേണ്ടി പുതിയൊരു പദ്ധതി തുടങ്ങുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഗാരുവും ഡാഡിയും കൂടി നാട് മൊത്തം നടന്ന് ബക്കറ്റ് പിരിവ് നടത്തുക. അപ്പം നമ്മൾ വിചാരിക്കും ഇവന്മാര് പിരിച്ച് ഒരു 1-2 കോടിയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇവന്മാര് പിരിച്ച് കിട്ടിയ എമൗണ്ട് 5000 കോടി രൂപയാണ്. അങ്ങനെ ഒരു ദിവസം ആ പിരിച്ചെടുത്ത 5000 കോടി ബാങ്കിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഗാരുവിന്റെ ഡാഡി ബാങ്കിൽ പോകും. ഈ സമയത്താണ് പട്ടാളക്കാരെ പറ്റിച്ചത് ന്യൂസ് ആക്കിയതിൽ ദേഷ്യം വന്ന വില്ലന്മാര് ഗാരുവിനിട്ടൊരു പണി കൊടുക്കുന്നത്. അവരാ ബാങ്ക് മാനേജറെ വെച്ച് ഗാരുവിന്റെ ഡാഡിയെ തട്ടും. അത് കഴിഞ്ഞ് അങ്ങരുടെ അക്കൗണ്ടിൽ 5000 കോടി തട്ടിയെടുത്ത് വില്ലന്മാരുടെ അക്കൗണ്ടിലേക്ക് തട്ടും. എന്നിട്ട് ആ കർഷകർക്ക് വേണ്ടി പിരിച്ച 5000 കോടി തട്ടിയത് ഗാരു ആണെന്നും പറഞ്ഞ് ഗാരുവിനെ ജയിലിലേക്കും തട്ടും. അങ്ങനെ ജയിലിലായ നമ്മുടെ ഗാരുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അവിടെയാണ് ഓരോ ഇന്ത്യക്കാരന്റെയും രോമകുപത്തെ വരെ പിടിച്ചു കുലുക്കിയ ആ ലോക പ്രശസ്ത ഡയലോഗ് പിറവിയെടുക്കുന്നത്. എടാ എന്തടാ ഇതിന്റെ അർത്ഥം? ഇങ്ങനെ ഗാരു ഓരോ പഞ്ച് ഡയലോഗും അടിച്ച് ജയിലിൽ അഴിയെണ്ണി കിടക്കുന്ന സമയത്താണ് ഗാരുവിന്റെ ഒരു ചിക്ക് ആ ചാനൽ 6ലെ റിപ്പോർട്ടർ ഈ കേസൊന്ന് അന്വേഷിക്കുന്നത്. അപ്പൊ അവൾക്ക് മനസ്സിലാവും ഇതിന്റെയൊക്കെ പിന്നിൽ ആ ബാങ്ക് മാനേജറും മറ്റു വില്ലന്മാരുമാണെന്ന്. അവൾ ഈ കാര്യം നേരെ പോയി നമ്മുടെ ഗാരുവിനോട് പറയും. ഈ കാര്യം അറിഞ്ഞതും അന്ന് രാത്രി തന്നെ ഗാരു ജയിലിൽ നിന്ന് ഇറങ്ങി ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു വേഷം കെട്ടി ആ ബാങ്ക് മാനേജറെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്.
ഈ വെള്ളാട്ടുപോക്കറിന്റെ വേഷമാണ് ആരും പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഗാരു ഇട്ടു വന്ന വേഷം. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. അങ്ങനെ ബാങ്ക് മാനേജറുടെ അടുത്തെത്തിയ ഗാരു, എടാ പറയടാ, ആരൊക്കെ ചേർന്നാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത്? നിങ്ങളൊക്കെ കൂടി 5000 കോടി രൂപ എന്താ ചെയ്തേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അയാൾ തത്ത പറയുന്ന പോലെ പറയും, ഞങ്ങൾ മൊത്തം 6 ആൾക്കാർ ചേർന്നിട്ടാണ് നിന്റെ ഡാഡിയെ കൊന്നത്. എന്നിട്ട് ഞങ്ങൾ ആ പൈസ എടുത്ത് 6 ആൾക്കാരും ഓരോ ലെറ്റർ വെച്ച് ഒരു പാസ്വേഡ് ഉണ്ടാക്കി ആ പൈസയൊക്കെ എടുത്ത് ഒരു ലോക്കറിലിട്ട് അങ്ങ് പൂട്ടി എന്ന് പറയും. മാത്രമല്ല അങ്ങരുടെ പാസ്വേഡ് ലെറ്റർ കെ ആണെന്നും അങ്ങ് പറയും. പാസ്വേഡ് എന്നടാ? അങ്ങനെ ആ ബാങ്ക് മാനേജറുടെ പാസ്വേഡ് കിട്ടിയതും ഗാരു അങ്ങനെ തട്ടു. എന്നിട്ട് പിന്നെയും ജയിലിൽ പൊരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഗാരു അടുത്തയാളെ കൊന്ന് പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരു വേഷം കെട്ടി ജയിൽ ചാടും. ഇപ്രാവശ്യം ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഗാരു കെട്ടിയ വേഷമാണ് എക്സോ ഡിഷ് വാഷിന്റെ സ്ക്രബ്ബർ ആയിട്ട് ഒരു ജാക്കറ്റ് തുന്നി മുടി വളർത്തിയ മജീഷ്യൻ സാമ്രാട്ടിനെ പോലെ. നീ എന്താ ഈ കത്തി വേഷത്തില്? എന്നാലും ഈ ജയിലിൽ നിന്ന് ഇറങ്ങി ഒരുത്തനെ കൊന്ന് തിരിച്ചു പോകുന്ന ഗ്യാപ്പില് ഈ സ്ക്രബ്ബറോണ്ട് ജാക്കറ്റ് തിന്നാനൊക്കെ ഇവിടുന്ന് സമയം കിട്ടുന്നതാ. സോ ഗൈസ്, ഇപ്പൊ കൊന്ന ആളുടെ പാസ്വേഡ് ആണ് 4. ഇനി നെക്സ്റ്റ് ഡേ അടുത്ത ആളെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ഗാരു ഒരു വമ്പൻ ഗെറ്റപ്പ് ചേഞ്ച് ആണ് നടത്തുന്നത്. ഇപ്രാവശ്യം കൊല്ലാനുള്ള ആള് ഒരു നരസിംഹ അമ്പലത്തിൽ പൂജയ്ക്ക് വന്നതാവും. അപ്പതവിടെ നരസിംഹ വിഗ്രഹത്തിന് പകരം നമ്മുടെ ഗാരു ഘോഷയാത്രയ്ക്ക് വേഷം കെട്ടി നിൽക്കുന്ന പോലെ നരസിംഹത്തിന്റെ വേഷം കെട്ടി വരും. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന് അയാളെ പൊക്കിയെടുത്ത് കുത്തിക്കൊല്ലും. ഈ മരിച്ച ആളുടെ പാസ്വേഡ് ആണ് ഐ. അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം പോയി ഇന്നലെ രാത്രി. ഇങ്ങനെ 3 ആൾക്കാരെ ജയിൽ ചാടി കൊന്നിരിക്കുന്ന സമയത്താണ് മറ്റേ കേസിൽ ഗാരു നിരപരാധിയാണെന്ന് തെളിഞ്ഞ കോടതി ഗാരുവിനെ ജയിൽ മോചിതനാക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ജയിലിൽ നിന്ന് ഇറങ്ങിയതും ഗാരു അടുത്ത വേഷവും കെട്ടിപ്പോയി ബാക്കി 3 ആൾക്കാരും കൊന്ന പാസ്വേഡ് മൊത്തം കിട്ടി 5000 കോടിയും തിരിച്ചെടുത്ത് പണം തീർക്കുമെന്ന്. അങ്ങനെ വിചാരിച്ചെങ്കിൽ നമുക്ക് തെറ്റി. കാരണം ഇതൊരു ഗാരു പടമാണ്. ഒരു ഗാരു പടത്തിന് മിനിമം വേണ്ട യോഗ്യതയാണ് 2 നായികമാരും അവരുമായൊരു ത്രീസം സോങ്ങും. യെസ് ഗൈസ്, ജയിലിൽ നിന്ന് ഇറങ്ങിയ ഗാരു മൂപ്പരുടെ 2 ചിക്സിനെയും കൂട്ടി ഒരു ത്രീസം ഡാൻസ് കളിക്കാൻ അങ്ങ് പോകും. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഈ ത്രീസം സോങ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ആ 2 പെണ്ണുങ്ങളും കൂടി ഗാരുവിന് വേണ്ടി തല്ലും പിടിയാണ്. സപ്പോസ് ഇതിലിപ്പോ ഗാരു ഒരു ചിക്കനോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചെന്ന് വിചാരിക്കും, മറ്റാൾക്ക് സങ്കടം വരും. അങ്ങനെ ഈ ത്രീസം ഡാൻസ് ഒക്കെ കഴിഞ്ഞതും ഗാരു ബാക്കിയുള്ള 3 ആൾക്കാരും കൊന്ന് പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരുത്തനെ ഗാരു ബോംബിട്ട് കൊല്ലും. അവന്റെ പാസ്വേഡ് ആണ് എൻ. അതിനുശേഷം അടുത്തയാളെ അങ്ങ് മലേഷ്യയിൽ പോയി കൊല്ലും. അവന്റെ പാസ്വേഡ് ആണ് എ. ഇനി നമ്മുടെ ഗാരുവിന് ഒരൊറ്റ പാസ്വേഡ് മാത്രം കിട്ടിയാൽ മതി, മെയിൻ വില്ലൻ ശിവാജി മൊട്ടയുടെ. ബട്ട് ഗൈസ്, അത് കണ്ടുപിടിക്കാൻ നിൽക്കുമ്പോഴത്തേനും ആ വില്ലൻ ഗാരുവിന്റെ ഫാമിലി കെട്ടിയിട്ട് ബോംബ് വെച്ചിരിക്കുകയാവും. എന്നിട്ട് ഗാരുവിനോട് പറയും, നീ ഇതുവരെ കണ്ടുപിടിച്ച 5 പാസ്വേഡ് ലെറ്റേഴ്സും എനിക്ക് പറഞ്ഞു തന്നിട്ട് നിന്റെ ഫാമിലിയും കൊണ്ട് പൊക്കോ, ഞാൻ 5000 കോടിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്ന്. ഇത് കേട്ട് ഗതി കെട്ട ഗാരു അതിനങ്ങ് സമ്മതിക്കും. എന്നിട്ട് നമ്മുടെ ഗാരു മൂപ്പർക്ക് അറിയാവുന്ന ആദ്യ 3 ലെറ്റേഴ്സും അടിച്ച് വില്ലന് കൈമാറും. 4ാമത്തെ ലെറ്ററായ അവന്റെ പാസ്വേഡ് അടിക്കാൻ. അവിടെയാണ് ട്വിസ്റ്റ്. വില്ലന്റെ ലെറ്റർ അടിക്കുന്നത് ഗാരു പിന്നിലുള്ള ഗാരുവിന്റെ ഡാഡിയുടെ ഫോട്ടോയിൽ വന്ന റിഫ്ലക്ഷൻ വഴി മനസ്സിലാക്കും. യെസ് ഗൈസ്, ആ വില്ലന്റെ പാസ്വേഡ് ലെറ്റർ ആണ് എസ്. അതെ, അവർ പോലും അറിയാതെ അടിച്ചുണ്ടാക്കിയ പാസ്വേഡ് ആണ് 4 കിസാൻ. தெரியாமலேயே நீங்க கிரியேட் பண்ண பாஸ்வேர்ட் 4 கிசான். അങ്ങനെ എല്ലാ പാസ്വേഡ് ലെറ്റേഴ്സും കിട്ടിയ ഗാരു ആ മൊട്ടേനെ എടുത്ത് ട്രാൻസ്ഫോമറിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് ആ പാസ്വേഡ് അടിച്ച് 5000 കോടി എടുത്ത് കർഷകർക്ക് കൊടുത്ത് നേരെ പോയൊരു ത്രീസം ഡാൻസ് കളിക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.